സ്റ്റാർട്ടാക്കാണ്. പോലെന്നാ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. അതാണ്. ഹായ്, അനീസ്കോളിയോടാണ്. അപ്പം ഞാൻ ഇൻട്രോ എടുത്തുനിന്ന് തെപ്സീറാട്ടോ. അപ്പം ഞാനും തെപ്സീറെന്നൊരു ചെറിയ ഹോം ടൂർ എടുത്താണ്. ഓൻ്റെ ടീച്ചറിൽ നിന്ന് അഡിക്റ്റ് അപ്പോൾ എന്ത് കാരണത്തിന് അഡിക്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ അങ്ങനെ വന്നപ്പോൾ ഉണ്ട് ഇപ്പം അങ്ങനെ അന്തം വിട്ടിക്കണ്. അപ്പോൾ എന്ത് സംഗതി വെച്ചാൽ വളരെ സങ്കടത്തോടു കൂടി ഓൻ്റെ ചെടികളെയും കാര്യങ്ങളൊക്കെ നോക്കിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓനോട് തന്നെ ചോദിക്കാം, എന്തിനാണ് അഡിക്റ്റ്? അതാണ് ഓൻ്റെ അടുത്ത് തെറ്റ് പറ്റി, അതിന് ഓനക്ക് അടി കിട്ടി, അത്ര സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷെ ടീച്ചറെ ഒരിക്കലും കുറ്റപ്പെടുത്തൂല. ഓൻ്റെ അടുത്ത് തെറ്റ് പറ്റിയോണ്ടാണ് ടീച്ചർ അടി കൊടുത്തത്. ഇനി അടുത്തിൽ നമ്മൾ തെറ്റ് പറ്റാതെ നോക്കൂലേ? ടീച്ചറോട് എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല, ടീച്ചറോട് ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓൻ്റെ അടുത്ത് ചെറിയ തെറ്റ് പറ്റി, അതിന് ടീച്ചർ ചെറുതായിട്ടൊന്ന് അടിച്ചു. ആ ടീച്ചർ ഇതുവരെ ഓനെ അടിക്കാത്തല്ലേ? ഇതുവരെ അടിയിട്ടില്ലല്ലോ, അടി കിട്ടാത്തതാണ്. അപ്പോൾ പെട്ടെന്നൊരു അടി കിട്ടിയപ്പോൾ ഓന് സങ്കടമായി. ആ സങ്കടം ഓൻ്റെ ചെടികളോട് എന്ന് പറയുന്നൊരു കാഴ്ചയായിരുന്നു ഞാൻ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കാണിച്ചു കൊടുക്കല്ലേ നമുക്ക്? അപ്പോൾ നമ്മളെ ചെക്കുണ്ട് അങ്ങനെ വന്നപ്പോൾ ഓൻ എന്തോ ഇങ്ങനെ നോക്കി നിൽക്കട്ടോ, വളരെ സങ്കടകരമായിട്ട്. അപ്പോൾ എന്താ സംഗതി എന്ന് ഞാൻ അങ്ങനെ വീക്ഷിച്ചപ്പോൾ എന്താ സംഗതി എന്നോ, ഓൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കുക. അപ്പോൾ ഓന് സ്കൂളിൽ എന്ത് സങ്കടം വന്നാലും പിന്നെ സന്തോഷം വന്നാലും ഓൻ ഫസ്റ്റ് വന്ന് പറയാം ഈ ചെടികളെ എടുത്ത് വന്നിട്ടാണ് പറയട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാറുണ്ട്. ഇന്ന് എൻ്റെ ചെടികൾ ഓനോട് തെറ്റിക്കണമെന്നുണ്ട്. ഓൻ്റെ മുഖമൊന്നും അത്ര ഒരു പന്തിയില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. എത്തങ്ങളെ വർത്താനം മഹമ്മദേ? എത്തങ്ങളെ പേര്? എൻ്റെ പേരെത്താ? തെബിഷീർ. അപ്പോൾ തെബിഷീർ എൻ്റെ കണ്ണും മൂറക്കുന്ന ഒരു ഭയങ്കര സങ്കടത്തിലാണല്ലോ. എന്ത് പറ്റി എനിക്ക്? എന്തെനിക്ക് പറ്റിയേ? ടീച്ചറിൻ്റെ അടുത്ത് തല്ലിട്ടിയോ? അടച്ചോനെ, ടീച്ചറിൻ്റെ അടുത്ത് എനിക്ക് തല്ലിട്ടി? ആ ടീച്ചറെ ഉണ്ടല്ലോ. എന്താ ടീച്ചറെ പേര്? ടീച്ചറെ പേരെത്താ? മുസൈബ ടീച്ചർ എന്ന് എനിക്ക് അടിറ്റി. അപ്പോൾ എൻ്റെ സങ്കടം ആരോടാ പറഞ്ഞത്? ചെടികളോടോ? എനിക്ക് എന്തുണ്ടെങ്കിലും ഈ ചെടികളെടുത്ത് അതാ ഓൻ്റെ ഓൻ്റെ കളക്ഷനായിട്ടത്. അപ്പോൾ ഓന് അവിടെ ചെന്നാണ് പറയൽ. ഏതായാലും ഇങ്ങോട്ട് എന്തൊക്കെയുണ്ട്? എന്താ എൻ്റെ അടുത്ത പരിപാടികളൊക്കെ? അടുത്ത പരിപാടികളൊക്കെ ഈ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ നമുക്ക്? പിന്നെ ഓനക്ക് സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ഉണ്ട്, അതേമാതിരി 2 സൈക്കിളുണ്ട്, ഒരു ചെറിയ സൈക്കിൾ വേറെ ഉണ്ട് അല്ലേ? അത് ശരി. നല്ല മുഖത്തെ സങ്കടം ഒന്നും മാറിയില്ലല്ലോ. ഇത് നീച്ചപ്പാ എണീക്ക്, നമുക്കേ സങ്കടം മാറ്റാനുള്ളൊരു പയ്യുണ്ട്. ഇനി എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്താ? എന്തിനാ വെള്ളം? ചെടി നനക്കാനോ? ഇതൊക്കെ എൻ്റെ ചെടിയാ? അപ്പോൾ ഏതാ എൻ്റെ ചെടി ഒന്ന് കാണിച്ചാ? ഏത്? അല്ല, ഇതൊക്കെ എൻ്റെ ചെടിയാ? ഈ ഉണ്ടാക്കിയതാ? അത് ശരി. അത് വളരെ അല്ല. അപ്പം എൻ്റെ എപ്പോഴാണ് സ്കൂൾ വിട്ട് വന്നത് കേട്ടോ? എന്താ നനക്കട്ടെ എൻ്റെ പരിപാടി എടുക്കട്ടെ. അപ്പോൾ തെബി എന്താ പറയുക, നമ്മുടെ ചെക്കനെ നനച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നട്ടുണ്ടാക്കിയ ചെടികളാട്ടോ. എത്തതിൻ്റെ പേര്? ഇല്ല, എത്തതിൻ്റെ പേര് തെബിയാ? പൂവിൻ്റെ ചെടി. അത് നമ്മളിട്ട പേരാണ് പൂവിൻ്റെ ചെടി എന്നുള്ളത്. അത് ശരി. വേറെ അവിടെ അല്ല എൻ്റെ കളക്ഷൻ? ഇത് മാത്രമേ ഉള്ളൂ? ഇതൊക്കെ എൻ്റെതാ? അത് ശരി. ഇതൊക്കെയാണ് എൻ്റെ അല്ലേ? ഇത് ഒറ്റയ്ക്ക് നട്ടുണ്ടാക്കിയാലേ? അത് ശരി. അല്ല, ഇനി ഏതാ അടുത്തല്ലേ? ഏത്? ഈ കാണുന്നതൊക്കെ? ഈ കാണുന്നതൊക്കെ എൻ്റെതാ? ആ ശരി. എനിക്ക് ഇതിനൊക്കെ എപ്പോഴാണ് നേരം? ഈ ചിറ്ററോ? അപ്പോൾ നമ്മളാള് പിന്നെ വെള്ളം ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമാണെന്ന്. സ്കൂളൊന്നുമില്ല, പനിയാണെന്ന് പറഞ്ഞ് നിന്നേനു. അതിൻ്റെ ഇടയിൽ സ്കൂൾക്കൊന്നും പോയില്ല. ഓൻ്റെ പരിപാടികളാണെന്ന്. എന്നെ കൊണ്ടാ ബക്കറ്റ് താങ്ങൂടാ?
എന്നെ കൊണ്ട് ബക്കറ്റ് താങ്ങുമോ? അപ്പോൾ ഇതാണ് നമ്മൾ തെബിൻ്റെ തെബി ഓൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ അതാണ് ഓൻ്റെ ഇഷ്ട വിനോദം കേട്ടോ. ഓന് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഓന് ഫസ്റ്റ് വരിക ഈ ചെടിമക്കാണ്. ചെടികളൊക്കെ വെള്ളമൊക്കെ നനച്ച് രാവിലെ പോകുമ്പോഴും നനക്കും, അത് കഴിഞ്ഞിട്ട് നനക്കും. അത് കഴിഞ്ഞിട്ട് ഓൻ്റെ ഓഫ് റോഡ് സൈക്കിളുണ്ട് ഇവിടെ. ആ സൈക്കിളിൽ പിന്നെ റൈഡ് നടത്തും കുറച്ച് നേരം അല്ലേ, ഓഫ് റോഡ് നടത്തൂല്ലേ? അത് നടത്തി കഴിഞ്ഞിട്ട് ഓന് സൈക്കിളിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അതും ഓൻ്റെ ചെറുപ്പത്തിലുള്ള സൈക്കിളാണ് കേട്ടോ, അല്ലേ? 2 ബുള്ളറ്റ് ഉണ്ട് എനിക്ക്. എൻ്റെ ബുള്ളറ്റ് ഒന്ന് കാണിച്ചെന്നാ. ഏത്? അതോ? അതെനിക്ക് സ്റ്റാർട്ടാക്കാനൊക്കെ അറിയും? ഓട്ടാനും അറിയും? ഓട്ടി കാണിച്ചു കൊടുക്കും. എന്നാൽ എൻ്റെ പിന്നെ വേറെ ഇതല്ലേ എനിക്ക് 2 ചെറിയ ബുള്ളറ്റ് ഉണ്ടോ? സൈക്കിളുണ്ടോ? അത് കാണിച്ചാ ഇവിടെ. അയ്യോ, ഇതാണ് എൻ്റെ സൈക്കിള്. അപ്പോൾ ഈ സൈക്കിൾ ഏതാന്നോ? ഓന് എന്താ പറയുക, ഓഫ് റോഡ് പോണ സൈക്കിളാട്ടോ. അത് കയറി കാണിച്ചാൽ നോട്ടെ. ഓന് ഓഫ് റോഡ് പോണ സൈക്കിളാണ് ഇപ്പോൾ ഫസ്റ്റത്തില്. ഓഫ് റോഡ് ചെയ്യൂലേ? അതുകൊണ്ട് ഓഫ് റോഡാ? അത് ശരി. ഇനി മറ്റേ സൈക്കിൾ ഏതാ? അതെന്തിനല്ല? അത് സ്കൂളിൽ പോവല്ല. ഓന് നഴ്സറി പോവല്ല. അടുത്ത സൈക്കിളുണ്ട്, അത് കാണിച്ചു കൊടുത്താ. അത് എടുത്ത് കാണിച്ചു കൊടുക്ക്. അല്ല പൊന്നിടില്ലല്ലോ. എന്താ ഇപ്പം പൊന്താതെ? പൊന്നുണ്ടോ? ആൾക്കിപ്പോൾ പനിയാട്ടോ, അതുകൊണ്ടാണ് വലിയ ഉഷാറില്ലാത്തത്. ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചു കൊടുക്ക്. അതിപ്പോൾ ചവിട്ടി കാണിച്ചു കൊടുക്ക്. ആഹാ, ഇതിനെത്ര വിലണ്ടേ? അപ്പോൾ നമ്മൾ ഓന് സ്കൂളിൽ പോകുന്ന സൈക്കിളാണ്. പീടിയിൽ സാധനമൊക്കെ വാങ്ങാൻ പോകുന്ന സൈക്കിളാല്ലേ? അപ്പോൾ ഇതെന്താടാ? ഇതെന്താ? അതെന്തിനാ? സാധനമൊക്കെ ഇടാനോ? അപ്പോൾ കടയിൽ പോയി കാരണം സാധനങ്ങളൊക്കെ അതിലിടല്? അത് ശരി. എന്നാ പോട്ടെ, ഒന്ന് ചവിട്ടി കാണിച്ചു കൊടുക്ക്. ഏതില്ല? അത് തൽക്കാലം മോന് അത് വർക്ക്ഷോപ്പിൽ ഇട്ടിക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത് കാണിച്ചു കൊടുക്ക്. അടുത്ത് ഞാൻ എൻ്റെ എന്താ കളക്ഷല്ലേ? അത് കാണിച്ചു കൊടുത്തു, ഇത് കാണിച്ചു കൊടുത്തു, ഓഫ് റോഡ് എൻ്റെ കാണിച്ചു കൊടുത്തു, എൻ്റെ സ്കൂളിൽ പോണ് കാണിച്ചു കൊടുത്തു. ഇനി അടുത്തേതാ? അതേതാ? അതാ എൻ്റെ ചെറുപ്പത്തിലില്ലതാ? അന്ന് കയറി കുത്തുന്ന നോട്ടെ. ആഹാ, ഇതിമ്മലാണ് എൻ്റെ തുടക്കല്ലേ? ഫസ്റ്റ് ദിമ്മ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഓഫ് റോഡ്, അത് കഴിഞ്ഞിട്ട് ഓൻ്റെ സൈക്കിള്. എന്നാ വാ, ഇനി ഒന്ന് ബുള്ളറ്റ് ഓടിച്ച് ബുള്ളറ്റ് ചാട്ടാക്കുമോ? ഓന് ബുള്ളറ്റൊക്കെ ചാട്ടാക്കും കേട്ടോ. അതൊന്ന് കാണിച്ചു കൊടുത്താ. ബുള്ളറ്റ് ചാട്ടാക്കണേ നോക്കട്ടെ. വാ, അപ്പോൾ ഞങ്ങൾ ബുള്ളറ്റ് ചാട്ടാക്കാൻ പോവാണ്. ബുള്ളറ്റ് എവിടെ വെച്ചിക്കണേ? അവിടെ സ്റ്റാർട്ടാക്കിയ. അപ്പോൾ ഓൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കണം കേട്ടോ. കാരണം ഇത്ര ചെറുപ്പത്തിൽ ഓൻ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഓട്ടാൻ പഠിച്ചിട്ടുണ്ട്. കാലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അല്ലേ. അപ്പോൾ ഓന് ബുള്ളറ്റ് അടുത്തെന്താ ഇഞ്ച സ്വിച്ചോ അയച്ച് ഇനിയോ? സ്റ്റാർട്ടാക്കിയ. ആയി വാ, ഓണടിച്ചാ. ആയി വാ. അപ്പോൾ ഇങ്ങനെയാണ് ഓന് സ്വന്തമായിട്ട് ബുള്ളറ്റ്. അപ്പോൾ സ്വന്തമായിട്ട് ബുള്ളറ്റ് ഓട്ടാൻ കഴിയും എനിക്ക്? ഏതുവരെ പോയിട്ടുണ്ട് ഒറ്റക്ക് ഓട്ടിയിട്ട്? ടൂറോ? എവിടെ? കാലെത്താത്തൊരു പ്രശ്നം നമുക്കുണ്ടല്ലേ? കാലെത്താത്തൊരു പ്രശ്നം ഉണ്ടല്ലേ?
എന്നാലും നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടല്ലേ? ഒപ്പിച്ചിട്ടുണ്ട്. അത് ശരി, എന്നാ വാ നമുക്ക് അടുത്ത് പരിചയപ്പെടാം. അങ്ങോട്ട് വാ, ഇറങ്ങിക്കോ. അല്ല ചെങ്ങയ്യേ, ഇജ്ജ് എങ്ങോട്ടാ പോണേ? മുട്ടായി എങ്ങാനോ? അപ്പം ഞങ്ങൾ മുട്ടായി എങ്ങാൻ പോണേ. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാ വണ്ടി എടുത്തോ. അപ്പേ ഞങ്ങളേ എന്താ പറയാ, മുട്ടായി വാങ്ങാൻ പോവാണ്. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പോവാ നമുക്ക്. അപ്പൊ നമ്മള് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ സ്റ്റാർട്ടാക്കിക്കോ, പോവാ നമുക്ക്. അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കിയത്. തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശരിക്കും പരിഗണിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യം ഒരു നഗ്നമായ സത്യം തന്നെയാണ്. നമ്മുടെ എത്ര തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലും നമ്മുടെ കുട്ടികളുമായിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തണം. കാരണം അവരുടെ മനസ്സിൽ ചെറിയ സങ്കടങ്ങളും കാര്യങ്ങളും തെറ്റുകളിലേക്ക് നീങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് നല്ലൊരു സുഹൃത്തായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മോട് തുറന്നു പറയും എന്നുള്ളതിന് കാര്യത്തിന് ഒരു സംശയവുമില്ല കേട്ടോ. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റങ്ങൾ അവൻ്റെ മനസ്സിലുള്ള എന്താണോ അത് എടുത്തിട്ട് അതിലേക്ക് നന്മ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, അത് പറഞ്ഞ് വളരെ കറക്റ്റാട്ടോ. കാരണം ചെറുപ്പത്തിൽ നമ്മളെ കുട്ടികളെ എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നോ അതുപോലെ തന്നെയാവും അവരുടെ വലുപ്പത്തിലുള്ള ക്യാരക്ടർ. അവന് എന്ത് ചെയ്താലും തെറ്റേ ചെയ്യൂ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും വഴക്ക് പറയാതെ അവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതിനുള്ളൊരു പരിഹാരം കൂടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും വലിയ സുഹൃത്ത് നമ്മൾ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ തഫ്സീർ തന്നെ ഉദാഹരണം എടുക്കുക. അവൻ്റെ ടീച്ചർ അവനന്ന് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സങ്കടം ഒറ്റയ്ക്ക് ആരോട് ഷെയർ ചെയ്യാതെ മുഖം സങ്കടം നേലിച്ച് കുത്തിറക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, തഫ്സീറ എന്താണ് പ്രശ്നം? അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ടീച്ചർ എന്തിനാണ് അടിച്ചതെന്നും അത് എന്തുകൊണ്ടാണ് അടിച്ചതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ ഹാപ്പിയായിട്ട് അത് നിങ്ങൾ പറഞ്ഞ് വളരെ ശരിയാണ് കാക്കു പറഞ്ഞത് ശരിയാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും ഇടപെട്ട് അത് തിരുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കടന്നിട്ട് അത് വളർന്ന് വലുതായി പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ചെറിയ കാര്യങ്ങളൊക്കെ ഇടപെട്ട് മനസ്സിലാക്കിയിട്ട് അത് തീർത്ത് കൊടുത്ത് അവരെ നല്ല പാതയിലൂടെ കൊണ്ടുപോകുവാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് നിൽക്കരുത്. നമ്മുടെ കുട്ടികളാണ്, നമ്മളെ നോക്കേണ്ടവരാണ്, ഭാവി സമ്പത്താണ് നമുക്കവർ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ തഫ്സീർ, ഓൻ പുള്ള ഹാപ്പിയാണ്. ഓൻ്റെ ചെങ്ങന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൻ ആ പഴയ പ്രശ്നങ്ങളും കാര്യങ്ങളേ ഇല്ല. അപ്പോൾ അവൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റ് വന്നു, അതിന് അവൻ്റെ ടീച്ചർ അവനെ ശിക്ഷിച്ചു എന്നുള്ള കാര്യം അവന് മനസ്സിലായി. ഇനി ആ തെറ്റ് അവൻ ആവർത്തിക്കാതെ നോക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിലാണ്. പഞ്ചാര എത്ര വേണ്ടി? പഞ്ചാര എത്ര വേണ്ടി? 2 2 കിലോ പഞ്ചാര അല്ലേ? മിക്സ് മിഠായോ? എത്ര മിക്സ് മിഠായോ? ഇതെന്താ റിങ്സോ? എത്ര വേണ്ടി എടുക്കണോ? ബേബിയാ, ഇതാണ് ഇച്ച് സങ്കടം. ടീച്ചർ തച്ചു വെച്ച് സങ്കടം വരുന്നുണ്ട് ഇച്ച് വീടിക്കോണെന്ന് പറഞ്ഞ ഇതിനല്ലേ 3 റിങ്സ് ആകാന്. എന്താ എൻ്റെ ചെറി, എന്താ എൻ്റെ ചെറി? എന്നാ വാങ്ങിക്കോ, പൈസയും കൊടുത്തോളാം ചെന്നെ. പൈസ എൻ്റെ അടുത്തില്ല. ഏത് എൻ്റെ അടുത്ത് പൈസ അല്ലേ? പിന്നെ എങ്ങനെ വെറുതെ ഇട്ടോ? വെറുതെ ഇട്ടോ? ആ താത്ത 105 രൂപ കേട്ടോ. എത്ര കൊടുക്കണേ? 500. ആ ശരി.
അപ്പം എൻ്റെ സങ്കടം മാറിയോ? അപ്പം മുട്ടായി ഇട്ടാലും സങ്കടമായിരുന്നു അല്ലേ? അല്ലേ? ഇങ്ങോട്ട് നോക്കി പറയാ, മുട്ടായി ഇട്ടാലും സങ്കടം, നമ്മുടെ സങ്കടം തീർന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.